നമസ്തേ. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ സ്വാതന്ത്ര്യത്തിന് ഒരല്പം മധുരം കൂടും. കാരണം ഭാരതം സ്വതന്ത്രമായതിനു ശേഷം ആദ്യമായിട്ടാണ് ഇക്കൊല്ലം കാശ്മീരിൽ വലിയ ചടങ്ങോടുകൂടി നമ്മുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. കഴിഞ്ഞ ആഗസ്റ്റ് 5-നാണ് കാശ്മീർ പരിപൂർണമായിട്ടും ഭാരതത്തോട് ചേർത്ത് പിടിച്ചത്. അതുവരെയും കാശ്മീരിൽ ത്രിവർണ്ണ പതാക ഉണ്ടായിരുന്നില്ല, ജനഗണമന ഉണ്ടായിരുന്നില്ല. കാശ്മീരിന് വേറെ പതാകയായിരുന്നു, വേറെ ഗീതമായിരുന്നു. വർഷങ്ങൾക്കിപ്പുറമാണ് നമ്മൾ കാശ്മീരിനെ ഇന്ത്യയുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചത്. അതുകൊണ്ട് തന്നെ അഖണ്ഡ ഭാരതം എന്ന നാമം അന്വർത്ഥമാവുന്നത് ഇക്കൊല്ലമാണ്. ഭാരതം സ്വാതന്ത്ര്യം നേടിയിട്ടും ഇപ്പോഴും ഭാരതത്തെ വെട്ടിമുറിക്കണം എന്ന് പറയുന്ന ശക്തികൾ ധാരാളം ഉയർന്നു വരുന്നു. ആ ശബ്ദം ഉയർന്നു വരുന്നു. തുക്കടെ തുക്കടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഡൽഹിയിലും ഇങ്ങ് കേരളത്തിലും വരെ ചില ശക്തികൾ അഴിഞ്ഞാടുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടുന്ന വിഷയം. സ്വാതന്ത്ര്യം എന്നത് ഭാരതത്തെ വീണ്ടും വെട്ടിമുറിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല, ഭാരതത്തെ ഛിന്നഭിന്നമാക്കാനുള്ള സ്വാതന്ത്ര്യമല്ല, മതവൈരം കൊണ്ട് പരസ്പരം പോരാടാനുള്ള സ്വാതന്ത്ര്യമല്ല. ഒരു ജനതയായി ഒരുമിച്ച് നിന്ന് ഭാരതാംബയ്ക്ക് മുമ്പിൽ കൈകൂപ്പി നിന്ന് ഇതെൻ്റെ ഇന്ത്യ, ഇതെൻ്റെ ഭാരതം എന്ന് ഒരുമിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടിയിട്ടുള്ളത്. ആ സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ എല്ലാവരും ചേർന്ന് നിൽക്കുമ്പോഴാണ് സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിനൊക്കെ മഹത്വം കൂടുന്നത്. എൻ്റെ മതം, എൻ്റെ ചിന്തകൾ, ഞാൻ പറയുന്നത് എന്ന അർത്ഥത്തിൽ ഭിന്നമായി നിൽക്കുന്ന ഒരു സമൂഹം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യലബ്ധിയിൽ ആഹ്ലാദിക്കുന്നില്ല. അവരിപ്പോഴും കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഈ അവസ്ഥയെ കൂടുതൽ മോശമാക്കാൻ കഴിയുമെന്ന് ഇപ്പോഴും സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കാത്ത ഒരുപാട് കൂട്ടരുണ്ട് ഇവിടെ. ഭരിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരുപക്ഷെ ഏറെ ആൾക്കാർ കാണുന്നത് ഭരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നുള്ളതായിരിക്കണം. ഭാരതത്തിലെ ജനങ്ങളെ ഭരിക്കാനും ഭരണകൂടമുണ്ടാക്കാനും 5 വർഷം കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി കൊണ്ടുപോകാവുന്ന ഒരു ഭരണവ്യവസ്ഥ ഉണ്ടാക്കാനും അതുവഴി ചില രാഷ്ട്രീയ
ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഇത്രയും കാലത്തെ ഒരു അനുഭവം. ബ്രിട്ടീഷുകാർ പോയി, എന്നാൽ ബ്രിട്ടീഷ് സംസ്കാരം നമ്മളെ വിട്ടു പോയിട്ടില്ല. അവർ പോകുമ്പോൾ തന്നെ ഇവിടെ ഭാരതത്തിന്റെ സംസ്കാരത്തിനെ വെട്ടിമുറിച്ചുകൊണ്ട് അവരുടെ സംസ്കാരത്തിന്റെ വിത്തുകൾ പാകിയിട്ടാണ് അവരിവിടുന്ന് നമുക്ക് സ്വാതന്ത്ര്യം തന്നു എന്ന് പറഞ്ഞു പോയത്. ഇന്നും സാംസ്കാരികമായിട്ട് ഭാരതത്തിന്റെ പൈതൃകത്തെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നാം ആലോചിക്കുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി എന്നുള്ളതാണ്. അതിനു മുമ്പ് സ്വാതന്ത്ര്യ സമരം നടന്നിട്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭാരതത്തെ ആക്രമിക്കാൻ വന്ന എത്ര പേരുണ്ട്? ഭാരതത്തെ ആക്രമിച്ച് എത്ര സമൂഹം കീഴടക്കിയിട്ടുണ്ട്, ഇവിടെ ഭരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് അലക്സാണ്ടർ കടന്നു വന്നില്ലേ? പക്ഷെ അലക്സാണ്ടറിന് ഇന്ത്യ കീഴടക്കാൻ കഴിഞ്ഞില്ല, ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ പോലും പറ്റിയില്ല, തോറ്റോടിയ ആളാണ്. പക്ഷെ നമ്മൾ ഇപ്പോഴും വിളിക്കുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അലക്സാണ്ടറെ ഓടിച്ച ചാണക്യനെയോ ചന്ദ്രഗുപ്ത മൗര്യയെയോ നമ്മൾ ദ ഗ്രേറ്റ് എന്ന് വിളിക്കുന്നില്ല. ഇവിടേക്ക് കടന്നു വന്ന് നമ്മളെ ഭരിച്ച വൈദേശികരെ നമ്മളൊക്കെ ഗ്രേറ്റ് 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 എന്ന് വിളിക്കും. അവരെ ചെറുത്ത ആരെയും നമ്മൾ ഗ്രേറ്റ് എന്ന് വിളിക്കാറില്ല. അക്ബർ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ഇങ്ങനെയല്ലേ നമ്മുടെ ഭാഷ. ചാണക്യൻ ദ ഗ്രേറ്റ് എന്നാരും വിളിക്കാറുണ്ടോ? ഝാൻസി റാണി ദ ഗ്രേറ്റ് എന്നാരും പറയാറുണ്ടോ? ഇല്ല. നമ്മളിപ്പോഴും വിദേശ അടിമത്തത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ സംസ്കാരം, ചരിത്രം, അവരുണ്ടാക്കിയ ചരിത്രം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ പൈതൃകം നമ്മൾ മറന്നുപോയി. ഇപ്പൊ തിരിച്ച് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞാൻ പറയുന്നു, നമുക്ക് തിരിച്ച് നമ്മുടെ പൈതൃകത്തിലേക്ക് തിരിച്ചു പോകണം, സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകണം. നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞത് ചിലരൊരു പ്രാകൃത സംസ്കാരമാണ്. അല്ല, ആയിരക്കണക്കിന് വർഷം മുമ്പ് തന്നെ ബഹുമാനിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹമാണ് ഭാരതം. ഇങ്ങനെ പറയുമ്പോൾ ചിലർ പറയും, അന്ന് ഭാരതമൊന്നും ഉണ്ടായിരുന്നില്ല, കുറെ രാജാക്കന്മാരായിരുന്നു, നാട്ടുരാജ്യങ്ങളായിരുന്നു ഭാരതഖണ്ഡം മുഴുവനും. നേരാണ്. ഈ വിവിധ നാട്ടുരാജ്യങ്ങളായി വിവിധ രാജാക്കന്മാർ ഭരിച്ചപ്പോഴും അവർ ഭരിച്ചിരുന്നത് ഒരു ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഭാരതം മുഴുവൻ വിവിധ രാജാക്കന്മാർ ഭരിച്ചപ്പോഴും ഒരു ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഭരിച്ചത്. ഏത് ധർമ്മത്തിന്റെ? സനാതന ധർമ്മത്തിന്റെ. അങ്ങ് ഹിമാലയ സാനുക്കളിൽ നിന്ന് ഇങ്ങ് കേരളത്തിന്റെ ഒരു ഗ്രാമത്തിൽ വരെ രാമായണം വായിച്ചിരുന്നു, മഹാഭാരതം വായിച്ചിരുന്നു, വേദങ്ങൾ പഠിച്ചിരുന്നു. ഭാരതത്തിന്റെ എല്ലാ ഇടങ്ങളിലും വേദങ്ങൾ പഠിച്ചിരുന്നു, ഉപനിഷത്തുകൾ പഠിച്ചിരുന്നു, നമ്മുടെ പുരാണങ്ങൾ പഠിച്ചിരുന്നു. അപ്പൊ വിവിധ രാജാക്കന്മാർ ഭരിച്ചിരുന്നപ്പോൾ പോലും ഈ രാജ്യത്തിന്റെ ഹൃദയം, നാഡിഞരമ്പുകൾ എന്ന് പറയുന്നത് വേദത്തോട് ചേർന്ന് നിന്ന സംസ്കൃതിയായിരുന്നു. ആ വേദത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. ഇന്ന് നമുക്ക് വേദം അറിയില്ല. എന്താ കാര്യം? വേദം അറിയില്ല. ഭാരതത്തിന്റെ ഇന്നലകൾ എന്താണ് ആർക്കും ഒന്നും അറിയില്ല. എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കുന്നു, ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നു, സയൻസ് പഠിക്കുന്നു, ഫിസിക്സ് പഠിക്കുന്നു, കെമിസ്ട്രി പഠിക്കുന്നു, ബ്രിട്ടീഷുകാർ എഴുതിയ ഇന്ത്യ ചരിത്രം പഠിക്കുന്നു. ഭാരതം എന്താണ് എന്ന് ആരും പഠിക്കുന്നില്ല. അപ്പൊ പഠിച്ചു തുടങ്ങണം. അപ്പൊ ചിലർ പറയും, അയ്യോ ചെവിയിൽ ഈയം ഉരുക്കൊഴിക്കലായിരുന്നു, വേദം പഠിച്ചാൽ ചെവിയിൽ
കഷ്ടമാണ്. ക്ഷത്രിയര് വേദം പഠിച്ചിട്ടുണ്ട്, ശൂദ്രര് വേദം പഠിച്ചിട്ടുണ്ട്, ആരുടെയും ചെവിയിൽ ഒരു ഈ ഉരുക്കൊഴിച്ചില്ല. ഇതൊക്കെ അടുത്ത കാലത്തുണ്ടാക്കിയ കുറെ കള്ളക്കഥകളാണ്. നമ്മുടെ ചരിത്രത്തെ താറടിക്കാൻ വേണ്ടി ചിലരുണ്ടാക്കിയ കള്ളക്കഥകളാണ് ഇന്ന് നാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാമനെ അറിയില്ല, രാമായണത്തെ അറിയില്ല, ഗീത അറിയില്ല. ഇതൊന്നും അറിയാതെ, ഭാരതം എന്താണെന്ന് അറിയാതെ, കേവലം എല്ലാ വർഷവും നമ്മൾ ത്രിവർണ പതാക ഉയർത്തിയിട്ട് ഒരു സല്യൂട്ടും ചെയ്ത് കുറച്ച് മിഠായി വിതരണം ചെയ്തിട്ട് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു. പക്ഷെ പൂർണ്ണമായിട്ടും നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ആസ്വദിക്കണമെങ്കിൽ നമ്മളീ പറഞ്ഞ ഭാരതത്തെ ഒന്ന് അറിയണം. ഭാരതത്തിൽ എല്ലായിടത്തും പോയി നമ്മൾ ഭാരതത്തെ കണ്ടറിയണം. ഭാരതത്തിൻ്റെ സംസ്കൃതിയെ അറിയണം. ഭാരതത്തിന് ജാതിയോ മതമൊന്നും ഉണ്ടായിരുന്നില്ല. ഭാരതം ഈ പറഞ്ഞ സംസ്കാരത്തിൻ്റെ ഉടമകളായി, നല്ല സംസ്കൃതിയുടെ ഉടമകളായി നിന്ന ജനസമൂഹമായിരുന്നു ഭാരതത്തിലേത്. വലിയ 2 യൂണിവേഴ്സിറ്റികൾ, തക്ഷശില, നളന്ദ. നളന്ദ ഇന്ന് പാകിസ്ഥാനിലാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വപ്നത്തിന് കത്തിവെച്ചുകൊണ്ട് രാജ്യത്തെ പകുത്തു മാറ്റേണ്ട ഗതികേട് അന്നുണ്ടായി. എന്തിൻ്റെ പേരിലാണ് നമ്മുടെ ഭാരതം 2 കഷണമായി പോയത്? മതത്തിൻ്റെ പേരിലാണ് ഭാരതം 2 കഷണമായി പോയത്. ഇല്ലായിരുന്നെങ്കിലോ ഭാരതം ഇന്ന് എവിടെ നിന്നേനെ? അതേ അവസ്ഥ വീണ്ടും വരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഇടതുപക്ഷ ചിന്തകന്റെ വാക്കുകൾ കേട്ടു. ഭാരതഖണ്ഡത്തിൽ നിന്ന് കേരളം മാറി നിൽക്കണം, ഭാരതത്തോട് ഒട്ടി നിൽക്കാതെ മാറി നിൽക്കണം എന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ അടുത്ത കാലത്ത് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് പറയാനുള്ള സ്വാതന്ത്ര്യമാണോ നമ്മൾ നേടിക്കൊടുത്തത്? ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് എത്ര ജീവൻ ബലി നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ 1900 മുതലുള്ള കഥകൾ മാത്രം കേട്ടാൽ പോരല്ലോ, അതിനു മുന്നേയും എത്ര പേരുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പഴശ്ശിരാജ, കുഞ്ഞാലി മരക്കാർ, അങ്ങനെ കേരളത്തിന്റെ തന്നെ നമ്മൾ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ എത്രയോ പേരുണ്ട് അല്ലേ? മാർത്താണ്ഡവർമ്മയുണ്ട്, ഝാൻസി റാണിയുണ്ട്. ഇങ്ങനെ സ്വാതന്ത്ര്യം നമ്മൾ സ്വാതന്ത്ര്യ സമരം എന്ന് വീക്ഷിക്കുന്നതിന് മുന്നേ തന്നെ വൈദേശികരുമായിട്ട് ഏറ്റുമുട്ടിയ ഒരുപാട് പേരുണ്ട് ഇല്ലേ? മറാഠ സാമ്രാജ്യം ഉണ്ടാക്കിയത് ആരായിരുന്നു? ശിവജി ദ ഗ്രേറ്റ് എന്നെന്താ നിങ്ങൾ പറയാത്തത്? ദേശാഭിമാനിയായിരുന്നില്ലേ ശിവജി? വൈദേശിക ഭരണത്തിനെതിരെ സമരം ചെയ്തില്ലേ? അപ്പൊ അതും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗം. ഝാൻസി റാണി നയിച്ചതും, ചന്ദ്രഗുപ്ത മൗര്യ നയിച്ചതും, കുഞ്ഞാലി മരക്കാർ നയിച്ചതും, പഴശ്ശിരാജ നയിച്ചതും ഒക്കെ തന്നെയും ഭാരതത്തിന് വേണ്ടിയിട്ടാണ്, സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടിയിട്ടാണ്, മണ്ണിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ കേവലം നമ്മുടെ ബ്രിട്ടീഷുകാരെ ഓടിക്കുക എന്നുള്ളതല്ല. അതിന് മുന്നേ നമ്മൾ ഓടിച്ചിട്ടുണ്ട്, പലരെയും ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ നേടിയെടുത്തതാണ് ഒടുവിൽ ഈ സ്വാതന്ത്ര്യം. ഭാരതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഭാരതം ആരെയും ഹനിക്കുന്നില്ല, ആരോടും വിരോധമില്ലാത്ത ഒരു സംസ്കൃതിയാണ് നമുക്ക്. ആരോടും വിരോധമില്ല. ആര് വന്നാലും കയറ്, ഇരുന്നോളൂ, കാപ്പി വേണോ ചായ വേണോ, ഇവിടെ താമസിച്ചോളൂ, അങ്ങനെ പറഞ്ഞ ഒരു രാജ്യമാണ് ഭാരതം. ക്രിസ്ത്യാനികൾ വന്നപ്പോഴും മുസ്ലിങ്ങൾ വന്നപ്പോഴും വരൂ, ഇരിക്കൂ, ഈ മരത്തിന്റെ തണലിൽ നിങ്ങൾക്കൊക്കെ വിശ്രമിക്കാം,
ഈ ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് വലിയൊരു വടവൃക്ഷമാണ്. ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്നോളൂ, ഇവിടെ നിങ്ങൾ കഴിഞ്ഞുകൂടിക്കോളൂ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. യേശുവിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, യേശു ആയിക്കോട്ടെ, നിങ്ങൾ യേശുവിനെ വിളിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അള്ളാനെ വിളിച്ചപ്പോൾ അള്ളാനെ വിളിക്കുന്നതും കുഴപ്പമില്ല. എല്ലാ വഴികളും ഒരേ ദിശയിലേക്കാണ് പോകുന്നത്, ഏത് വഴി ചെന്നാലും എത്തുന്നത് ഈശ്വരന്റെ അടുത്താണ് എന്ന് പറഞ്ഞ സംസ്കാരമാണ് ഭാരതം. ഇപ്പൊ ചിലർക്ക് ആ ഭാരതത്തിന്റെ ആ സംസ്കാരം അത്ര നല്ല സംസ്കാരമല്ല, പ്രാകൃതാണ്. ശബരിമല വിഷയത്തിൽ കോടതിയിൽ പോയി പറഞ്ഞു ഒരു വക്കീൽ, എന്താണ് പറഞ്ഞത്? ഭാരതീയ സംസ്കൃതി പ്രാകൃതമാണെന്ന് പറഞ്ഞു. നല്ല തല്ലുകൊള്ളാത്തതിന്റെ കുഴപ്പമാണ്. ഇത്തരത്തിലൊരു സംസ്കാരം ലോകത്തിൽ എവിടെയുണ്ട് പറ? വന്നവർക്കൊക്കെ സ്വീകരിച്ച് എല്ലാവർക്കും എന്താ പറയുന്നത്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലെ സകല ജനങ്ങൾക്കും സകല പ്രാണികൾക്കും വൃക്ഷലതാദികൾക്കും സുഖം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഏത് രാജ്യമുണ്ട്? ഏത് സംസ്കാരമുണ്ട്? അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്കാരത്തെ വേണ്ടുന്നത് പോലെ ബഹുമാനിക്കാതെ, എന്തേ ഭാരത് മാതാക്കി എന്ന് പറഞ്ഞ ജയ് വിളിക്കാൻ എന്താണ് ചിലർക്ക് മടി? ഭാരത് മാതാക്കി എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തിന്റെ ഓരോ ഖണ്ഡത്തു നിന്നും കേൾക്കണം ജയ് ജയ് എന്നുള്ള വിളി. അതിന് തയ്യാറാവാത്തവർ, അതിന് പറ്റാത്തവർ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ അമ്മയുടെ, ഈ ഭാരതാംബയുടെ നറുമ്പാൽ കുടിച്ച് വളർന്നിട്ട് നല്ല തട്ടിമിടുക്കൊക്കെ വന്നപ്പോ പിന്നെ ഭാരതാംബയെ വേണ്ട, ഭാരതാംബയെ വേണ്ട. ഭാരതാംബയ്ക്കൊരു ജയ് വിളിക്കാൻ ബുദ്ധിമുട്ട്. ഈ മണ്ണിന്റെ, ഈ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിലവിളക്ക് കൊളുത്താൻ ബുദ്ധിമുട്ട്. എന്നിട്ട് പറയും നമ്മൾ സമാധാനമാണ്, എല്ലാവരും സമാധാനമാണ്, ആധുനികരാണ്, വന്ന വഴി മറന്നു പോകുന്നു, സ്വീകരിച്ചവരെ ആക്രമിക്കുന്നു. അങ്ങനെ വിഭിന്നമായിട്ടുള്ള നാട്ടുരാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നു പലരും. പക്ഷേ നട്ടലുള്ള ഒരു ഗവൺമെന്റ് വന്നപ്പോ വിഘടിച്ചു നിന്ന കാശ്മീരിനെ പുഷ്പം പോലെ നെഞ്ചോട് ചേർത്തിട്ട് പറഞ്ഞു, ഇനി നിങ്ങളുടെ പാട്ട് വേണ്ട, ഇനി നിങ്ങളുടെ കൊടി വേണ്ട, ഈ ഭാരതത്തിന്റെ കൊടി മതി, ഭാരതത്തിന്റെ പാട്ട് മതി. എനിക്കതുകൊണ്ട് ഇപ്രാവശ്യം ഏറെ സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. ഭാരതത്തിന്റെ സ്വപ്നങ്ങൾ പൂവിട്ട് തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനതയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു രാമക്ഷേത്രം. അത് ഉയർന്നു വരുന്നു. അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ മുസ്ലിങ്ങൾ എല്ലാത്തിനും കൂടെ നിന്ന് നമ്മൾ കണ്ടു. കർഷകരെ പോലെ തന്നെ അവിടെ നിന്ന് ആ കല്ലും മണ്ണും ഒക്കെ തുടച്ചു നീക്കി അതിനെയൊക്കെ അവിടുത്തെ മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെയുള്ള കുറച്ച് ആൾക്കാർക്ക് സങ്കടം, ഇവിടെയുള്ളവർക്ക് സങ്കടം. ഈ ഭാരതഖണ്ഡത്തിൽ പിറന്നു വീണ് ഇവിടുത്തെ വിശ്വാസ പ്രമാണങ്ങളെ ചവിട്ടി മെതിക്കാൻ ചിലർ ശ്രമിക്കുന്നു. എന്തിനാണത് ചെയ്യുന്നത്? ഈ ദിവസം നമ്മൾ അതൊക്കെ ഓർക്കണം. ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ വിശ്വാസം, അതിനുവേണ്ടി മറ്റുള്ളവരൊന്ന് നമ്മളെന്താ ചെയ്യേണ്ടത്? മുൻകാലങ്ങളിൽ പൂർവികർ ചെയ്ത തെറ്റുകളെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പകരം അതെന്റെ വിശ്വാസമാണ്, എന്റെ വിശ്വാസം മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഭാരതത്തിന്റെ സംസ്കൃതിയോട് ചേർന്ന് പോകണം എല്ലാവരും. അത് ക്രിസ്ത്യാനിയായാലും മുസൽമാനായാലും ജൈനനായാലും ബുദ്ധനായാലും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു രാജ്യം, എല്ലാ വിശ്വാസ പ്രമാണങ്ങളെയും അംഗീകരിക്കുന്ന രാജ്യം.
അങ്ങനെ അംഗീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു മര്യാദ എല്ലാവരും പാലിക്കണം. അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയെ എൻ്റെ മതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് എൻ്റെ മതം വലുതാക്കാം എന്ന് ധരിക്കരുത്. അവർക്ക് അവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. എനിക്ക് എൻ്റെ മതത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. എൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലാനുള്ള അവകാശമുണ്ട്. പക്ഷേ അവരത് തെറ്റാണെന്ന് പറയാനുള്ള അവകാശമില്ല. എൻ്റെ വിശ്വാസം ശരിയാണ്, എൻ്റെ ദൈവം ഇന്നതാണ് എന്നൊക്കെ പറയാം. പക്ഷേ അത് മോശമാണ്, മറ്റുള്ളതൊക്കെ മോശമാണ് എന്ന് പറയാൻ ആ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ഇന്ത്യ കൊടുത്തിട്ടില്ല ആർക്കും. പക്ഷെ അത് കിട്ടി, അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന ചില കൂട്ടരുണ്ട്. അവരെ പൊതുജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ സമൂഹം ഇങ്ങനെയുള്ള ഈ രാജ്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നവരെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണ് പ്രത്യേകത. തിരിച്ചറിഞ്ഞ് അവർ പ്രവർത്തിക്കുന്നുണ്ട്. വിദേശത്ത് നിന്ന് പണം വാങ്ങിക്കൊണ്ട് രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരെ തിരിച്ചറിഞ്ഞ് അവരെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. കൽത്തുറുങ്കിലടയ്ക്കണം. എത്ര വലിയ കുടിക്കൊമ്പനായാലും ശരി. രാജ്യത്തിനെതിരെ ശബ്ദിക്കുന്നുണ്ടെങ്കിൽ ആ നാവ് അരിഞ്ഞു കളയണം. പ്രകോപനമായിട്ടുള്ള പ്രസംഗമാണ് ഞാൻ പറയുന്നത്. രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന നാവ് അരിഞ്ഞു കളയണം. രാജ്യസ്നേഹിയായിരിക്കണം. ഏത് മതമായിക്കോട്ടെ, ഏത് വിശ്വാസി ആയിക്കോട്ടെ, അവനവന്റെ വിശ്വാസവും അവനവന്റെ മതവുമായിട്ട് മുന്നോട്ട് മറ്റുള്ളവരെ ഹനിക്കരുത്. ചെറിയ വിഷയങ്ങൾ എടുത്തിട്ട് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നവര്, മാറാട് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അത് ആവർത്തിക്കാൻ പാടില്ല. അത്തരം ആവർത്തനങ്ങൾ ഇപ്പോൾ ബാംഗ്ലൂരിലും നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടു. അത്തരം ആവർത്തനങ്ങളുടെ ഒരു സ്വഭാവം പാടില്ല. മുളയിലെ നുള്ളണം, ശക്തമായിട്ട് നുള്ളണം. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടും മിണ്ടാതിരിക്കുന്ന ചില സമൂഹമുണ്ട്. ഈ സ്വാതന്ത്ര്യ ദിനത്തിന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അത്തരം വൈരങ്ങൾ ഉണ്ടാവുമ്പോഴും ചോദ്യം ചെയ്യാതെ മിണ്ടാതിരിക്കുന്ന സമൂഹം ഈ രാജ്യത്തുണ്ടെങ്കിൽ അപകടകരമാണ്. അവരേത് രാഷ്ട്രീയക്കാരായാലും വേണ്ടിയില്ല, അപകടകരമാണ്. ഇപ്പോഴും പകുത്ത് ഭരിക്കുന്ന ഭരണകൂടം അവരെ തിരിച്ചറിയണം. താൽക്കാലികമായിട്ട് ലാഭത്തിന് വേണ്ടി, ഒരു സീറ്റിന് വേണ്ടി രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, രാജ്യത്തെ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കാൻ പാടില്ല. ഞാൻ ആ പക്ഷക്കാരനാണ്. വിട്ടുകൊടുക്കാൻ യാതൊരു വിധത്തിലും വിട്ടുകൊടുക്കാൻ പറ്റില്ല. കേരളം പോകുന്നത് വല്ലാത്തൊരു പോക്കിലാണ്. നമുക്ക് കേൾക്കുന്ന വാർത്തകൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു. ദേശവിരുദ്ധ ശക്തികൾ ഭരണകൂടത്തെ സ്വാധീനിച്ചുകൊണ്ട് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. നാട്ടിലെ സാമ്പത്തികം നമ്മൾ കേട്ടു. കള്ളപ്പണം കള്ള നോട്ടുകൾ വന്നിരുന്നത്രേ കേരളത്തിലേക്ക്, കണ്ടെയ്നറായിട്ട്. ഇപ്പോൾ സ്വർണം വരുന്നു, ടണ്ണ് കണക്കിന് സ്വർണം വരുന്നു. ഭരണകൂട സഹായത്തോടു കൂടി രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകിടം മറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇതൊക്കെ സ്വാതന്ത്ര്യത്തിൽ ചിന്തിക്കണം. നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളതാണോ എന്ന് ചോദിക്കും നമ്മൾ. അപ്പം അങ്ങനെ ചെയ്യാനുള്ളതല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ വീണ്ടും സമരം ആരംഭിക്കേണ്ട സമയമായി നമുക്ക്. രാജ്യത്തെ വെട്ടിമുറിക്കുന്നവരെ, രാജ്യത്തെ പകുത്തു മാറ്റുന്നവരെ തിരിച്ചറിഞ്ഞ് അവരെ ഒറ്റപ്പെടുത്താനുള്ള സമരം വീണ്ടും തുടങ്ങണം. രാജ്യം ശുദ്ധീകരിക്കണം. എൻ്റെ രാഷ്ട്രം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ മതവും എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും. അങ്ങനെ ചിന്തിക്കണ്ടേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. കാശ്മീരിലെ കൊടും തണുപ്പില്, നമ്മൾ ലഡാക്കിലെ കൊടും തണുപ്പില്, ആ മലമുകളില് ഓക്സിജൻ പോലും ശരിക്കും കിട്ടാതെ ഈ ഭാരതാംബയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് പോയ പട്ടാളക്കാര്
അവിടെ ഈ തണുത്ത് വിറങ്ങലിച്ച് നമുക്ക് വേണ്ടി കാവൽ നിൽക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? രാജ്യത്തെ തുരങ്കം വയ്ക്കാൻ വേണ്ടിയിട്ട്, രാജ്യത്തിലേക്ക് നമ്മുടെ ഭീകരപ്രസ്ഥാനത്തെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നു. എത്ര ജീവൻ കൊടുത്തു രാജ്യത്തിനുണ്ട്. അവരെക്കുറിച്ചൊന്ന് ഓർക്കണ്ടേ നമ്മൾ? കുറച്ചു കാലം മുമ്പ്, 1 മാസം 2 മാസം മുമ്പല്ലേ നമ്മൾ ചൈനക്കാരൻ ഇങ്ങോട്ട് വന്നൊന്ന് കുരുത്തു നോക്കിയത്, ഒന്ന് ചൊറിഞ്ഞു നോക്കിയത്. അപ്പോഴോ എന്താ സംഭവിച്ചത്? നമ്മുടെ വീരപുത്രന്മാർ അരിഞ്ഞ് തള്ളി വിട്ടില്ല. അത്തരത്തിൽ ജീവൻ കൊടുത്ത് നമുക്ക് വേണ്ടി പൊരുതുമ്പോ ഇവിടെ മാന്യന്മാരായി നിന്നുകൊണ്ട് ഭരണത്തിന്റെ എല്ലാ അംശങ്ങളും സ്വീകരിച്ചുകൊണ്ട് ദേശദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നു. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് പലരും മുങ്ങി നടക്കും. ദേശത്തിന് വേണ്ടി ഒരു 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 വലിയൊരു സമൂഹം, അവർക്കെന്താ അമ്മയും മക്കളും കുടുംബമൊന്നുമില്ലേ പട്ടാളക്കാർക്ക്? ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങ് നാട്ടിൽ പിറന്ന് വീണ കുഞ്ഞിനെ കാണാതെ മരിച്ചുപോയ എത്രയോ പട്ടാളക്കാരില്ലേ? സ്വന്തം കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടില്ല. മരണപ്പെട്ടു വന്ന പട്ടാളക്കാരന്റെ മുമ്പിൽ നിന്ന് കൊച്ചു കുട്ടി അച്ഛന് സല്യൂട്ട് കൊടുക്കുമ്പോ ഹൃദയം നൊന്തു കരയുന്നത് കാണുന്നവരൊക്കെ കരഞ്ഞിട്ടുണ്ട് ഇല്ലേ? അങ്ങനെ രാജ്യത്തിന് വേണ്ടി പൊരുതുന്നു. അവർ കുടുംബത്തെ മറന്നു, അവരുടെ മതം മറന്നു, ജാതി മറന്നു, എല്ലാം മറന്നിട്ടാണ് രാജ്യത്തിന് വേണ്ടി രാജ്യം രാജ്യം രാഷ്ട്രം എന്ന് പ്രവർത്തിച്ചുകൊണ്ട് അവിടെ കാവൽ നിൽക്കുന്നത്. ജീവൻ പണയം വെച്ച് നമുക്ക് കാവൽ നിൽക്കുന്നു കുറെ ആളുകൾ. അതിനെതിരായിട്ട് ചില ആളുകൾ. കാശ്മീരിൽ എന്താ സംഭവിച്ചുകൊണ്ടത്? കാശ്മീരിൽ സ്വതന്ത്ര കാശ്മീർ, അവർക്ക് സ്വതന്ത്രമായ അഭിപ്രായം. നമ്മൾ കൊടുക്കുന്ന നമ്മുടെ പണം, നമ്മുടെ നികുതി ഇതൊക്കെ കൊടുത്തിട്ടും അതൊന്നും അവിടുത്തെ ജനങ്ങളിലേക്ക് എത്താതെ ചിലർ കൈയിട്ട് വാരി, എന്നിട്ട് അവിടുത്തെ അതിർത്തികൾ രാജ്യദ്രോഹികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അവർ ഇവിടെ വന്ന് കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. ഇന്ന് അതിന് ഒരു അറുതി വന്നു ഇല്ലേ? അവിടുത്തെ ജനങ്ങൾക്ക് ഇന്ന് ഭാരതത്തിന്റെ എല്ലാ സൗജന്യങ്ങളും ലഭിക്കുന്നു, ജനങ്ങൾക്ക് അവകാശങ്ങൾ ലഭിക്കുന്നു, അവർ സ്വതന്ത്രരായി ജോലി ചെയ്യുന്നു. അവിടുന്ന് ആട്ടിയിറക്കപ്പെട്ട ഹൈന്ദവ സമൂഹം തിരിച്ചങ്ങോട്ട് പോയി തുടങ്ങിയിരിക്കുന്നു. അവർക്ക് ഇന്ത്യ രാജ്യത്ത് നിന്ന് എവിടെ നിന്നും വിവാഹം കഴിക്കാൻ സമ്മതം കിട്ടിയിരിക്കുന്നു. ആർക്കും കാശ്മീരിൽ പോയിട്ട് ഭൂമി വാങ്ങിക്കാൻ സമ്മതം കിട്ടിയിരിക്കുന്നു. പുതിയ കെട്ടിടങ്ങൾ വരുന്നു, പുതിയ വ്യവസായങ്ങൾ വരുന്നു കാശ്മീരിൽ. അങ്ങനെ അല്ലേ വേണ്ടത്? രാജ്യത്തിന്റെ എല്ലാ കോണിലും ഒരുപോലെ കാര്യങ്ങൾ നടക്കണ്ടേ? കാശ്മീര് കഴിഞ്ഞാൽ പിന്നെ കേരളമാണ് ഭീകരവാദികളുടെ വിളയിടം. ശരിക്ക് വിളനിലം, ഹച്ചറി. ഇവിടെ നിന്നാണ് ഒരുപാട് പാമ്പുകൾ വിഷം ചീറ്റി ഇന്ത്യയുടെ പല ഭാഗത്തേക്കും പോകുന്നത് കേരളത്തിൽ നിന്ന്. കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു പ്രത്യേകതരം ജന്തുക്കൾ എന്ന് പറയാൻ, അവരാണ് രാജ്യത്തിന്റെ എല്ലാ കോണിലും പോയിട്ട് രാജ്യത്തിനെതിരെ ശബ്ദമുണ്ടാക്കുന്നതും രാജ്യത്തിനെതിരെ ശബ്ദിക്കുന്നതും രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധ വേണം, നമ്മുടെ കുട്ടികളെ കുറിച്ച് ശ്രദ്ധ വേണം. അവരെ രാജ്യസ്നേഹികളായിട്ട് വളർത്തണം. രാജ്യത്തിന്റെ പൈതൃകങ്ങളും രാജ്യത്തിന്റെ സംസ്കാരവും പറഞ്ഞു കൊടുത്ത് വളർത്തണം.
എന്താണ് രാമരാജ്യം എന്ന് ചോദിച്ചാൽ രാമനെക്കുറിച്ച് പറയണ്ടേ? രാമനെക്കുറിച്ച് അറിഞ്ഞാലല്ലേ, രാമായണം അറിഞ്ഞാലല്ലേ രാമൻ്റെ രാജ്യം എന്തായിരുന്നു, ഗാന്ധിജി പറഞ്ഞ രാമരാജ്യം എന്തായിരുന്നു എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ പൈതൃകം പഠിക്കണ്ടേ? നമ്മുടെ വിദ്യാഭ്യാസത്തിലൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. മാറ്റങ്ങൾ വരണം. ഇതുവരെ മൂടി വച്ചതൊക്കെ തുറന്നിടണം. പഠിക്കട്ടെ കുട്ടികൾ. വെള്ളക്കാരൻ്റെ ചരിത്രം പകരം ഇന്ത്യക്കാരൻ്റെ ചരിത്രം പഠിക്കണം നമ്മൾ. ഇന്ത്യ ഒരു മാറ്റത്തിൻ്റെ ദിശയിലാണ്. ഭാരതം ഒരു മാറ്റത്തിൻ്റെ, വലിയ മാറ്റത്തിൻ്റെ ദിശയിലാണ്. ആ മാറ്റത്തിൻ്റെ ദിശയിൽ ജീവിക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ചില തിരിച്ചു വരവുകൾ ഭാരതത്തിൽ. ഇന്നത്തെ ആ സന്തോഷമാണ് ഞാൻ നിങ്ങളോട് പങ്കിടുന്നത്. മാറാട്ടിലെ ജനങ്ങളോടുകൂടെ ഞാൻ പങ്കിടുന്നത് അതാണ്. കുറേ ദിവസങ്ങളായി ഇങ്ങനെ നമ്മൾ ഈ കൊറോണ കാലത്ത് ഫോണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. നമ്മൾ രാജ്യസ്നേഹികളായി മാറുക, രാജ്യത്തിൻ്റെ പൈതൃകത്തോടൊപ്പം സഞ്ചരിക്കുക, ഭാരതാംബയുടെ പുത്രന്മാരായിട്ട് മാറുക, പുത്രിമാരായിട്ട് മാറുക. ആ അമ്മയുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, വലിയൊരു വടവൃക്ഷമാണ് ഭാരതാംബ. വലിയ വൃക്ഷമാണ്. ആ വൃക്ഷത്തിൻ്റെ വേര് മാതാൻ വേണ്ടി ആര് വന്നാലും ആ പ്രവൃത്തി അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ചുറ്റുപാടും കണ്ണുകൾ വേണം, ചുറ്റും കാതുകൾ വേണം, ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകാൻ. നമ്മൾ ജീവിക്കുന്നത് പല തരത്തിലുള്ള വിസ്ഫോടനങ്ങളുടെ നടുവിലാണ്. ഉത്തമ ബോധ്യം എനിക്കുണ്ട്. രാജ്യദ്രോഹികളുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. അത്തരക്കാരെ ഇല്ലായ്മ ചെയ്യാനുള്ള സർക്കാരിൻ്റെ ശ്രമത്തിന് കൂടെ നിൽക്കണം. നമ്മളും സമരം ചെയ്യണം. സമരം തീർന്നിട്ടില്ല. പൂർണ്ണമായിട്ടും നാം സ്വതന്ത്രരായിട്ടില്ല. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.